ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന അപ്ഡേറ്റ്. ആനയെ കണ്ടെത്താൻ രാത്രിയിലും നിരീക്ഷണം തുടരും. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ ഒരു ദൗത്യം നിർത്തിവെച്ചു. പക്ഷേ എന്നാലും ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം മുറിവേറ്റ ആനയാണ്, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കണ്ടെത്താൻ താമസിക്കുന്നിടത്തോളം അതിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ രാത്രിയിലും നിരീക്ഷണം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ക്രിസ്ത്യന, അത് തന്നെയാണ്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നേരത്തെയും അരുൺ സക്രി അടക്കം വ്യക്തമാക്കിയത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ആനയുള്ളതെന്നാണ്. അങ്ങനെ ഇരിക്കെ ഈ രക്ഷാദൗത്യം വൈകുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രണ്ടാം ദിനം ആനയെ കണ്ടെത്തി ഈ മയക്കുവെടി വെക്കാൻ കഴിയും എന്നുള്ളത് തന്നെയായിരുന്നു ദൗത്യസംഘത്തിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അത് വിഫലമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ഇന്ന് 50 അംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു നിലവിൽ ഈ ആനയ്ക്ക് വേണ്ടിയുള്ള ഈ തിരച്ചിൽ വിവിധ മേഖലയിൽ നടത്തിയത്. പക്ഷേ അവിടെ ഒന്നും ആനയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ദൗത്യസംഘം പറയുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം തന്നെ ദൗത്യം അവസാനിപ്പിക്കുകയാണ്. അവർ അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആന രാത്രി വനത്തിൽ നിന്ന് ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത അത് വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് രാത്രി നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നത്. പക്ഷേ അപ്പോഴും ക്രിസ്ത്യനെ സൂചിപ്പിച്ച പോയിന്റിൽ തന്നെ നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അരുൺ സക്രിയ തന്നെ ഇന്നലെ ഈ ദൗത്യം തുടങ്ങുമ്പോൾ രാവിലെ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൗത്യത്തെ തുടർന്ന് ആനയെ കണ്ടെത്താൻ വൈകുന്ന ഓരോ മണിക്കൂറുകളും ആനയുടെ ആരോഗ്യസ്ഥിതി എന്താകും എന്ന ആശങ്ക തന്നെ അല്ലെങ്കിൽ ഈ ആശങ്ക ഇരട്ടിപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ക്രിസ്റ്റീന, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആനയെ കണ്ടെത്താൻ താമസിക്കുന്തോറും ആനയുടെ ആരോഗ്യനിലയിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതെ, നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, പാവം ആനയെ ഇതുവരെ കണ്ടെത്തിയില്ലേ എന്ന് ചോദിക്കുന്നു.